നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷിച്ച ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇന്ന് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ഏകദേശം 17 ലക്ഷത്തോളം ആളുകളാണ് ഇതിന് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ആദ്യഘട്ടത്തിൽ ഏകദേശം 10 ലക്ഷത്തിലധികം ആളുകൾക്ക് മാത്രമാണെന്ന് പണം ലഭിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള 7 ലക്ഷത്തിലധികം ആളുകൾക്ക് പണം എന്നാണ് ലഭിക്കുക? നമ്മുടെ പെൻഷൻ ID അപ്രൂവൽ ആയിട്ടുണ്ടോ, അതുപോലെ തന്നെ പെൻഷൻ എങ്ങനെ ചെക്ക് ചെയ്യാം, അതെല്ലാം ഇപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് OTP മറ്റ് കാര്യങ്ങളോ നൽകാതെ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ പെൻഷൻ അപ്രൂവൽ ആയ ആളുകൾ മസ്റ്റിംഗ് ചെയ്യേണ്ടതുണ്ടോ എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ലിങ്ക് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും കാണിക്കുക. നമ്മൾ കുറച്ച് അടിയിലേക്ക് ഇങ്ങനെ മൊബൈൽ ഫോൺ സ്ക്രോൾ ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെയാണ് ഇത് ചെക്ക് ചെയ്യുന്നത്. ഏറ്റവും അടിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അവിടെ പെൻഷൻ തിരച്ചിലിൻ്റെ ഏറ്റവും അടിയിലായിട്ട് സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്ന് കാണിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് കാണിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ തിരച്ചിൽ, ഇതിൽ നമ്മളൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ലിങ്ക് ആവശ്യമുള്ള ആളുകൾ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലിങ്ക് തരുന്നതാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്നീ കാണുന്നതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു വിൻഡോ ഓപ്പൺ ആകും. ചില സമയത്ത് വെബ്സൈറ്റ് ചില തിരക്കുണ്ട്, എന്നാൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പെൻഷൻ അപേക്ഷിച്ച 17 ലക്ഷം ആളുകളും ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ പെൻഷൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, അതുപോലെ തന്നെ പെൻഷൻ നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവസ്ഥ, മസ്റ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ, അതിൻ്റെ ആവശ്യകത എന്നെല്ലാം അവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഇങ്ങനൊരു ഓപ്ഷനായിരിക്കും ഇവിടെ വന്നിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതി തിരച്ചിൽ വിവരങ്ങൾ എന്ന് കാണിക്കുന്നുണ്ട്. അവിടെ നമുക്ക് നമ്മുടെ സുരക്ഷാ ID, പെൻഷൻ ID ലഭിച്ച ആളുകൾക്ക് അത് കൊടുക്കാം. അതല്ലെങ്കിൽ അവരുടെ ആധാർ നമ്പർ കൊടുക്കാം. അതല്ലെങ്കിൽ സ്മാർട്ട് ഫയൽ നമ്പർ, ഇതിലേതെങ്കിലും ഒന്ന് മാത്രം കൊടുത്താൽ മതി. പെൻഷൻ ID ലഭിച്ച ആളുകൾ അങ്ങനെ ചെയ്താൽ മതി. അതല്ല ആധാർ നമ്പർ ആധാർ നമ്പർ കൈവശമുള്ള ആളുകൾ അത് കൊടുക്കാം. അതുപോലെ തന്നെ സ്മാർട്ട് ഫയൽ നമ്പർ കൈവശമുള്ള ആളുകൾ അത് കൊടുത്താലും മതി. ഇതിലേതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. ഇതിലേറ്റവും എളുപ്പം നമ്മുടെ കൈവശമുള്ള നമ്മുടെ ആധാർ നമ്പർ കൊടുക്കുക എന്നുള്ളതാണ്. ഈ രണ്ടാമത്തെ ക്ലിക്കിൽ കാണുന്ന ആധാർ നമ്പർ എന്ന ഭാഗത്തുള്ള ആ ഡോട്ടിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം മാത്രം നമ്മുടെ തിരയേണ്ട വിധം എന്ന് കൊടുത്ത സ്ഥലത്ത് നമ്മുടെ ആധാർ നമ്പർ അവിടെ കൊടുക്കുക. അതിനുശേഷം വരുന്ന ഭാഗത്ത് നമ്മൾ ഇപ്പോൾ അവിടെ കാണുന്നത് 1219 എന്ന അക്കമാണ്. അത് ഈ അക്കം മാറിക്കൊണ്ടിരിക്കും, പല സമയത്തും പല അക്കങ്ങളായിരിക്കും വരിക. അതും അവിടെ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുന്ന ഭാഗത്ത്, അതിനുശേഷം താഴെ കാണിക്കുന്ന തിരയുക എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇതേ രൂപത്തിൽ തന്നെയാണ് നമ്മുടെ മറ്റ് പെൻഷൻ IDകളും ചെയ്യേണ്ടത്. ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ട്, നമ്മളിതിൽ മുകൾ ഭാഗത്ത് കാണുന്ന പേര് നമ്മൾ ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ചതാണ്. പ്രതിമാസ പെൻഷൻ തുക 1000 രൂപയാണ്. പെൻഷൻ്റെ സ്റ്റാറ്റസ് ആക്റ്റീവാണ്. ഫയൽ സ്റ്റാറ്റസ് അപ്രൂവലാണ്. മസ്റ്റിംഗ് സ്റ്റാറ്റസ് സമർപ്പിച്ചിട്ടില്ല. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു പെൻഷൻ നമ്മളിപ്പോൾ ആരും മസ്റ്റിംഗ് ചെയ്തിട്ടില്ല. വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ മസ്റ്റിംഗ് സംബന്ധമായിട്ടുള്ള അറിയിപ്പുകൾ നമുക്കുണ്ടായിരിക്കും. വിതരണം തുടങ്ങിയ മാസം ഫെബ്രുവരി 2000 ഡിജിറ്റൽ സൈൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ അപേക്ഷ കൊടുത്ത സമയത്തുള്ള ഡിജിറ്റൽ സൈനാണ്. അതിനുശേഷം നമ്മൾ അടിയിലേക്ക് ഇങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എല്ലാ വിവരങ്ങളും അറിയാൻ സാധിക്കും. ഇതിലേറ്റവും ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മസ്റ്ററിംഗ് ആണ്. നമുക്കറിയാം, പെൻഷൻ ലഭിക്കുന്ന എല്ലാവർക്കും നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ്. അതെല്ലാ വർഷവും നൽകുന്ന കാര്യമാണ്. ഇവർക്കിപ്പോൾ അത് മസ്റ്ററിങ് ചെയ്തിട്ടില്ല എന്നാണ് അവിടെ കാണിക്കുന്നത്. അത് വരും ദിവസങ്ങളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാർ അറിയിക്കുന്നതാണ്. ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സ്ത്രീ സുരക്ഷാ പെൻഷൻ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ യെസ് എന്നും, എല്ലാത്ത ആളുകൾ നോ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലേക്കൊന്ന് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പെൻഷൻ സംബന്ധമായിട്ട് എല്ലാ വിവരങ്ങളും അവിടെ അറിയാൻ സാധിക്കും. നമുക്ക് ഏത് മാസമാണ് പെൻഷൻ വന്നതെന്ന് ഇതിൽ കാണിക്കുന്നുണ്ട്. നമ്മുടെ പെൻഷൻ ഡെഫിനിറ്റീവ് ബാങ്കിലേക്ക് വന്ന നമ്പർ അവിടെയുണ്ട്. വിതരണം നടത്തിയ മാസം അവിടെയുണ്ട്. ഏത് ബാങ്കിലേക്കാണോ പെൻഷൻ വന്നത് അവിടെയുണ്ട്. അക്കൗണ്ട് നമ്പറിൻ്റെ ലാസ്റ്റ് 4 അക്കം അവിടെയുമുണ്ട്. തുക, സ്റ്റാറ്റസ് ഉണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പെൻഷൻ IDയും അവിടെ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നിർബന്ധമായും, പെൻഷൻ മുടങ്ങിയ ആളുകളും അതുപോലെ തന്നെ പെൻഷൻ ലഭിക്കാൻ സാധ്യതയുള്ള ആളുകൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പെൻഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നിന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും പെൻഷൻ അപേക്ഷിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. ഈ ഒരു 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെ സ്ത്രീകൾ, മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ, അതുപോലെ തന്നെ
മറ്റ് സർക്കാരിനുള്ള പെൻഷനോ മറ്റ് കാര്യങ്ങൾ ലഭിക്കാത്ത ആളുകൾക്ക് ഈ പെൻഷൻ ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിച്ച് നിങ്ങൾക്ക് അപ്രൂവലായി നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ച ആളുകൾ യെസ് എന്നും അല്ലാത്ത ആളുകൾ നോ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.